കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി രംഗത്ത് വന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തിന് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പ്രോസിക്യൂഷൻ അനുമതി നൽകാതെ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന സർക്കാരായി മാറിയെന്നാണ് മനസ്സിലാകുന്നതെന്നും ഇത് പരിതാപകരമായ അവസ്ഥയാണെന്നുമാണ് ജസ്റ്റിസ് എ ബദ്രുദ്ദീൻ വിമർശിച്ചിരിക്കുന്നത്. INTUC നേതാവ് ആർ ചന്ദ്രശേഖരനെയും കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ MD KA രതീഷിനെയും വിചാരണ ചെയ്യാൻ സർക്കാർ CBIക്ക് പ്രോസിക്യൂഷൻ അനുമതി നൽകാതിരുന്നതാണ് കോടതിയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. 3 വട്ടമാണ് സർക്കാർ പ്രോസിക്യൂഷൻ അനുമതിക്കായുള്ള അപേക്ഷ തള്ളിയത്. ഈ സാഹചര്യത്തിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ കോടതിയലക്ഷ്യ നടപടി തുടരണമെന്നാവശ്യപ്പെട്ട് ഹർജിക്കാരനായ കടകംപള്ളി മനോജ് നൽകിയ അപേക്ഷ പരിഗണിക്കുമ്പോഴായിരുന്നു സർക്കാരിനെ ഞെട്ടിച്ച കോടതിയുടെ വിമർശനം ഉണ്ടായിരിക്കുന്നത്. കോടതി അലക്ഷ്യപരമായ നിലപാടാണ് സർക്കാർ നടത്തുന്നതെന്നാണ് കോടതി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. സർക്കാർ അഴിമതിക്കാർക്കൊപ്പം നീങ്ങുകയാണ്. എന്തിനാണ് ഈ വ്യക്തികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ആരാണ് ഇതിന് പിന്നിൽ എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. നിയമവാഴ്ചയല്ല, രാഷ്ട്രീയ മേലാളന്മാരെയാണ് കേസിൽ ഉൾപ്പെട്ടവർ അനുസരിക്കുന്നതെന്നും ഹർജിക്കാരന്റെ അഭിഭാഷകൻ വാദിക്കുകയുണ്ടായി. വിമർശനം തുടർന്ന കോടതി ഒരാഴ്ചക്കകം വിശദീകരണം നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ കയറുന്നത് അഴിമതി നടത്തില്ല എന്ന് പറഞ്ഞാണ്. എന്നാൽ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന സർക്കാരായി മാറിയെന്നാണ് മനസ്സിലാകുന്നത്. ഇത് പരിതാപകരമായ അവസ്ഥയാണ് എന്നും കോടതി പറയുകയുണ്ടായി. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിന് എതിരായ പ്രവൃത്തി എങ്ങനെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നത് CPM നേതൃത്വത്തിനും ഇനി പരിശോധിക്കേണ്ടതായി വരും. കോടതിയുടെ വിമർശനം ഏറ്റുപിടിച്ച് സർക്കാരിനെ ഇനി കടന്നാക്രമിക്കാൻ പോകുന്നത് BJP ആയിരിക്കും. കോൺഗ്രസ് തൊഴിലാളി സംഘടനയായ INTUCയുടെ നേതാവ് ആർ ചന്ദ്രശേഖരൻ പ്രതിസ്ഥാനത്തുള്ള കേസായതിനാൽ കോൺഗ്രസിനോ UDFനോ ഇക്കാര്യത്തിൽ സർക്കാരിനെതിരെ രംഗത്ത് വരാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ രൂക്ഷമായ വിമർശനം നടത്തി തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുക BJP ആയിരിക്കും. ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയകളിൽ ഉൾപ്പെടെ വലിയ രൂപത്തിലാണ് കോടതി ഉത്തരവ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മാധ്യമ ചർച്ചകളും വഴിമാറിക്കഴിഞ്ഞു. സർക്കാർ രാജിവെക്കണമെന്ന ആവശ്യം പോലും ശക്തമായി തുടങ്ങിയെന്നതാണ് യാഥാർത്ഥ്യം. കശുവണ്ടി വികസന കോർപ്പറേഷൻ 2006-2015 കാലഘട്ടത്തിൽ അസംസ്കൃത കശുവണ്ടി ഇറക്കുമതി ചെയ്തതിൽ കോടികളുടെ അഴിമതി ആരോപിച്ച കേസാണിത്. കോർപ്പറേഷൻ മുൻ ചെയർമാൻ കൂടിയായ ആർ ചന്ദ്രശേഖരനും മുൻ MD KA രതീഷുമാണ് കേസിലെ പ്രധാന പ്രതികൾ. എന്നാൽ ഇവരെ വിചാരണ ചെയ്യാനായി CBI നൽകിയ പ്രോസിക്യൂഷൻ അനുമതി അപേക്ഷ 3ാം വട്ടവും സർക്കാർ നിരസിക്കുകയാണ് ഉണ്ടായത്.